എപ്പിസോഡ് തുടങ്ങുമ്പോൾ ജയിൽ പുള്ളികളെയും കൊണ്ട് സന്മിയും കൂട്ടരെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആകെ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ടാക്സി ടീം. ചോയും പാക്ജിനെ ഉപദ്രവിച്ചിട്ടാണല്ലോ അവരെ തടവ് പുള്ളികളെയും കൊണ്ട് പോയത്. അതില് പാക്ജിന് കാലിന് അത്യാവശ്യം ഫ്രാക്ചർ സംഭവിക്കുന്നുണ്ട്. കെട്ടാകുമ്പോൾ പോലീസുകാർക്ക് യങ്തയുടെ കാര്യത്തിൽ ചെറിയൊരു തുമ്പ് കിട്ടിയിരിക്കുകയാണ്. യങ്ത അന്ന് ദോക്കിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതുവഴി പൊക്കോണ്ടിരുന്ന ഒരാളുടെ കാറും എടുത്തോണ്ടാണ് പോയിരുന്നത്. അതിന്റെ ഡാഷ് ക്യാം ദൃശ്യങ്ങളിൽ നിന്ന് ഈ യങ്ത സന്മിയുടെ അസിസ്റ്റന്റിനെ വിളിക്കുന്നതും അയാളെ യങ്തയ്ക്ക് ഒരു അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നതുമുണ്ട്. അതൊരു ഫോറിൻ എംബസിയുടെ അഡ്രസ് ആയിരുന്നു. CCTV വഴിയുള്ള സെർച്ചിങ്ങിലൂടെ അതിനകത്താണ് ഇപ്പൊ ഇവരുള്ളത് എന്ന് ഏതാണ്ട് ഗോയനും കണ്ടുപിടിച്ചു. പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ എംബസി ആയതുകൊണ്ട് തന്നെ ടൈറ്റ് സെക്യൂരിറ്റി ആയിരിക്കും. പോലീസുകാർക്ക് പോലും അത്ര എളുപ്പം അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ കഴിയില്ല. എങ്കിലും വേഷം മാറി ഒരു വിസിറ്ററിനെ പോലെ ദോക്കി അങ്ങോട്ടേക്ക് ചെല്ലും. പോലീസ് ഓഫീസറെ കൂട്ടി ഹനയും അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ ദോക്കിയും ടീമും ആദ്യമേ ഇവിടെ തമ്പടിച്ച കാര്യം ഹനയ്ക്കറിയില്ല. ഹനയാണെങ്കിൽ ഇപ്പൊ ചെന്ന് അവിടുത്തെ ഓഫീസറിനോട് എന്നോടൊരിക്കൽ സംഗ്മി ഈ പ്ലേസ് ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. അല്ല, ഹെൽപ്പ് ചെയ്യാൻ മാത്രം നിങ്ങൾ അത്രയ്ക്ക് ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കണമല്ലോ. ഹനയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് ഈ ഓഫീസർക്ക് മനസ്സിലായി. ആ ഓഫീസറാണ് സംഗ്മിയും കൂട്ടരെയും അവിടെ താമസിപ്പിച്ചിട്ടുള്ളത്. ഈ കാര്യം എങ്ങാനും പുറത്തറിഞ്ഞ ഓഫീസറിന്റെ ജോലി പോകും. അതുകൊണ്ട് തന്നെ ഇയാൾ നേരെ ഇപ്പൊ സംഗ്മിയെ വിളിച്ച് പോലീസ് ഓഫീസേഴ്സ് വന്നിട്ടുണ്ട്, വേഗം ഇവിടെ നിന്ന് ഇറങ്ങി തരാൻ വേണ്ടി പറയും. ഇത് തന്നെയായിരുന്നു ഹനയുടെ ആവശ്യം. എന്നാൽ ഇതിനിടെ കൂടെ ദോക്കി ഒരു പണി ഒപ്പിച്ചു വെക്കുന്നുണ്ട്. അവിടെ എല്ലാം പുക കടത്തി വിട്ട് ഫയർ അലാം ഓൺ ചെയ്ത് വെക്കും. തീപിടുത്തമാണെന്ന് കരുതി എല്ലാവരും 4 വഴി ഓടുമ്പോൾ ആ സമയം കൊണ്ട് ദോക്കി അകത്തേക്ക് കടക്കും. ആളുകളുടെ ബഹളമൊക്കെ കേട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന യങ്തെ അങ്ങനെ നേരെ ദോക്കിയുടെ മുന്നിൽ പോയി ചാടും. ദോക്കി അവൻ അടിച്ചിട്ട് നേരെ ഇവനെയും കൊണ്ട് ഈ അപകടത്തിൽ പരിക്ക് പറ്റിയ ഒരാളാണെന്നും പറഞ്ഞ് അവിടുത്തെ സെക്യൂരിറ്റീസിന്റെ കണ്ണ് വെട്ടിച്ച് ഒരു ആംബുലൻസിലെ യങ്തെ അവിടെ നിന്ന് കടത്തുവാണ്. എന്നാൽ പുറത്തുണ്ടായിരുന്ന ഹന എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കി അവളും വണ്ടിയെടുത്ത് ആംബുലൻസിന് പിറകെ പോകും. ദോക്കിയുടെ വണ്ടിയെ പുറത്തുള്ള സന്മിയും കൂട്ടരും കാണുന്നുണ്ട്. എന്നാൽ ദോക്കി ഫോളോ ചെയ്യാന്ന് വെച്ചാൽ അവന്റെ പിറകെ അതിനേക്കാൾ സ്പീഡിൽ പോകുന്നത് ഹനയുടെ പോലീസ് വണ്ടിയാണ്. സംഗ്മി ഇപ്പോൾ സംജുലിനെ വിളിച്ച് യങ്തയെ തിരികെ തരാനായിട്ട് പറയുമ്പോൾ യങ്തയെ തരാം, അതിനു പകരം നീ എനിക്ക് ആ ക്രിമിനൽസിനെ കൈമാറണം. ഇന്ന് 8 മണിക്ക് വേൾഡ് കപ്പ് ബ്രിഡ്ജിൽ വെച്ച് നമ്മുടെ കൈമാറ്റം നടക്കും. സംഗ്മിക്കാണെങ്കിൽ എതിർത്തൊന്നും പറയാനും പറ്റില്ല. എന്നാൽ അതിനിടയ്ക്ക് വേറൊരു സംഭവം നടക്കുവാണ്. സംഗ്മിയും കൂട്ടരും കൂടെ ഒരു വണ്ടിയിൽ ജയിൽ പുള്ളികളെ മാറ്റുന്ന തിരക്കിലായിരിക്കും. എന്നാൽ പോകുന്ന വഴി തടവ് പുള്ളികളാണെങ്കിൽ ആ ഡ്രൈവറെ മറ്റുള്ളവരെയും അടിച്ചിട്ട് ആ വണ്ടി അങ്ങ് കൈക്കലാക്കുവാണ്. അതിലെ ഒരു സെക്യൂരിറ്റിന്റെ ഫോണിൽ നിന്ന് സംഗ്മി വിളിച്ച് നീയല്ല ഞങ്ങളെ ഇത്രയും കാലം ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തിയേ, ഞങ്ങൾ അതിനുള്ള പ്രതികാരം വീട്ടുമെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് സംഗ്മി പറയുവാണ്, ഞാൻ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യുമായിരുന്നു. നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ വെറുക്കേണ്ട ആള് റെയിൻബോ കമ്പനിയിലെ കിം ദോക്കിയാണ്. എന്നെ കുറിച്ച് അറിയണമെങ്കിൽ ക്രെഡിറ്റ് ഇൻഫർമേഷനിൽ സംഗ്മിയുടെ പേര് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയെന്ന് പറയും. കോള് കട്ടായി കഴിയുമ്പോൾ അവർ റെയിൻബോ ടാക്സി കമ്പനിയിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ വെച്ച് അവരെ പിടിക്കാനായിട്ട് അസിസ്റ്റന്റിനോട് പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. കെട്ടാകുമ്പോൾ ഇവിടെ ടാക്സി കമ്പനിയിൽ ആരും അറിയാതെ കടന്നിരിക്കുവാണ് ഗോയനിന്റെ ചേച്ചി ആനിന്റെ ലവറില്ലേ, പിന്നീട് ദോക്കി ജയിലിൽ പിടിച്ചിട്ടവൻ, അവൻ വന്നിരിക്കുവാണ്. അവന്റെ ലക്ഷ്യം ഗോയനാണ്. ഈ സമയം ഹന ദോക്കിയെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. യങ്തയെ തന്നെ ഏൽപ്പിക്കാനും എനിക്ക് അവന്റെ പിറകിലുള്ളവരെ പിടിക്കണമെന്നും എന്റെ റിക്വസ്റ്റ് ഞാൻ തിരിച്ചെടുത്തു. ഞാൻ റിവെഞ്ച് ചെയ്യാൻ പോകുന്നില്ല, നിയമത്തിന്റെ വഴിയെ തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യങ്തയെ തന്നെ ഏൽപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുവാണ് ഹന. എന്നാൽ അതിനിപ്പോ സാധിക്കില്ല എന്നാണ് ദോക്കി പറയുന്നത്. എന്നാൽ ഹനയ്ക്ക് കൊടുത്ത വാക്ക് താൻ എന്തായാലും പാലിച്ചിരിക്കുമെന്നും അവൻ പറയുന്നുണ്ട്. ഇതേ സമയം ഇവിടെ ജയിൽ പുള്ളികളാണെങ്കിൽ ദോക്കിയെ കൊല്ലാനുള്ള പ്ലാനിങ്ങിലാണ്. അതിനിടയ്ക്ക് ആ മരിയയുടെ കേസിലെ ഇൻഷുറൻസ് ലേഡിയൊക്കെ ഇല്ലേ, അവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഭക്ഷണം തപ്പാനായിട്ട് പോകുന്നുണ്ട്. കുറെ നാള് ജയിലിൽ കിടന്ന് പലതിനും ഇപ്പൊ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. ഇവിടെ ഇവരങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും സംഗ്മിയുടെ അസിസ്റ്റന്റും ടീമും വന്ന് അവരെ കൈയോടെ പൊക്കുന്നത്. എന്നാൽ 1-2 പേര് അതിൽ നിന്ന് ഇവരറിയാതെ പുറത്ത് ചാടിയിട്ടുണ്ടായിരിക്കും. ആനിന്റെ ബോയ് ഫ്രണ്ട്, ഇൻഷുറൻസ് ലേഡി തുടങ്ങിയവര്. ഇൻഷുറൻസ് ലേഡി ആണെങ്കിൽ ഇപ്പൊ നേരെ അതുവഴി വന്നൊരു പോലീസ് ജീപ്പിന് മുന്നിൽ ചാടി തന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി അവരോട് പറയുന്നത് കേൾക്കാം. തിരിച്ചു കൊണ്ടുവരുന്ന ജയിൽ പുള്ളികളോടായിട്ട് സംഗ്മി നിങ്ങൾക്ക് പ്രതികാരം വീട്ടാനായിട്ട് ഞാൻ സഹായിക്കാം എന്ന് പറയുവാണ്. രാത്രി പാലത്തിൽ സംഗ്മിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ദോക്കിയും സംജുളും. അങ്ങനെ ജയിൽ പുള്ളികളെയും കൊണ്ട് സംഗ്മി അങ്ങോട്ടേക്ക് വരും. എന്നാൽ സംഗ്മിയുടെ പ്ലാൻ വേറെയായിരുന്നു. ജയിൽ പുള്ളികളുടെ കയ്യിൽ ആയുധം കൊടുത്ത് ഇവർ അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു ഇവൾക്ക്. അതൊന്നും അറിയാതെയാണ് സംജുളും ദോക്കിയും വന്നിരിക്കുന്നത്. ആയുധങ്ങളുമായിട്ട് ഈ ജയിൽ പുള്ളികളെ കാണുമ്പോഴേ എന്തോ കുഴപ്പമുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാകും. തങ്ങളെ അറ്റാക്ക് ചെയ്യാനാണ് ഇവരുടെ പ്ലാൻ എന്ന് മനസ്സിലാക്കി നിൽക്കുമ്പോഴാണ് ഇവരുടെ അടുത്തേക്ക് ഒരു കൂട്ടം പോലീസ് വണ്ടികൾ വരുന്നത്. ഇത് കാണുന്നതും സംഗ്മിയും കൂട്ടരും അവിടെ നിന്ന് രക്ഷപ്പെടുവാണ്. പോലീസ് ജീപ്പിൽ അങ്ങോട്ടേക്ക് വന്നത് ഹനയും ടീമുമായിരുന്നു. ദോക്കിയുടെ കയ്യിൽ നിന്ന് യങ്തയെ പോലീസുകാർ പിടികൂടും. യങ്തയെ ഒളിപ്പിച്ചു വെച്ചതിന് ദോക്കി അവർ അറസ്റ്റ് ചെയ്യുവാണ്. പക്ഷെ സത്യത്തില് ഈ അറസ്റ്റിന് പിറകില് ഹനയല്ല, ഹനയുടെ അസിസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ കൂടെയുള്ള പോലീസ് ഓഫീസറാണ്. അവൻ ഇന്നലെ ഹന ദോക്കിയോട് സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് യങ്തെ ദോക്കിയുടെ കയ്യിലാണെന്ന് ഇവൻ അറിഞ്ഞത്. ദോക്കി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളോട് ഹന പറയുന്നുണ്ടെങ്കിലും ജിൻ ഉൾപ്പെടെയുള്ള ആരും തന്നെ അതിന് സമ്മതിക്കുന്നില്ല. കട്ടാകുമ്പോൾ ഈ എസ്കേപ്പ് ആയ തടവ് പുള്ളികളിൽ ഒരാള് ജോങ് ആണ്. മരിയയുടെ കേസിൽ അവളെ സെക്ഷുവലി എല്ലാം അബ്യൂസ് ചെയ്ത ഒരുത്തനില്ലേ, അവനിപ്പോ ചെറുതായിട്ട് മാനസികമായിട്ട് സ്ഥിരതയില്ല. ഏത് സമയവും മരിയാന്നും പറഞ്ഞാണ് നടക്കുന്നത്. അവനിപ്പോ നേരെ
വരുന്നത് അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഫാക്ടറിയിലേക്കാണ്. ദോച്ചുല ഫാക്ടറി അവിടെ വർക്ക് ചെയ്തിരുന്നവർക്ക് വേണ്ടി എഴുതി കൊടുത്തല്ലോ, അവിടെ തന്നെയാണ് മരിയയും വർക്ക് ചെയ്യുന്നത്. മരിയയെ ഒളിച്ചിരുന്ന് നോക്കുന്ന ജോങ്ങിനെ ഒരു മിന്നായം പോലെ അവളും കാണുന്നുണ്ട്. അവളിപ്പോ നേരെ ഗോയിനെ വിളിക്കും. എല്ലാവരും അറസ്റ്റിലായെന്നാണല്ലോ എന്നോട് പറഞ്ഞ്. അവർ ഈ ഇടയെങ്ങാനും ജയിലിൽ നിന്ന് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ ജോങ്ങിനെ കണ്ട പോലെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. കാര്യം അത്ര പന്തിയല്ലെന്ന് മനസ്സിലാക്കുന്ന ഗോയൻ ആണെങ്കിൽ താൻ പോയി അവിടെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. എന്ന് ഇവള് പുറത്തിറങ്ങുന്നത് വെയിറ്റ് ചെയ്തിരുന്ന ആനിന്റെ ബോയ് ഫ്രണ്ട് ഇവൾ അറിയാതെ ഇവളുടെ കൂടെ കൂടും. ഇവിടെ സാധനം വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് വന്ന മരിയ നേരെ പോയി ചാടുന്നത് ജോങ്ങിന്റെ മുന്നിലാണ്. മരിയ, ഞാൻ എവിടെയൊക്കെ നിന്നെ അന്വേഷിച്ചെന്നറിയാവോ, ഞാൻ ഒരുപാട് നിന്നെ മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇങ്ങനെ ഇവളുടെ പിറകെ പോവാണ്. ഇവൾ ആകെ പേടിച്ച് വിറച്ചു നിൽക്കുന്ന സമയമായിരിക്കും ഗോയൻ അങ്ങോട്ടേക്ക് വന്ന് മരിയയെ ബൈക്ക് കയറ്റി കൊണ്ടുപോകുന്നത്. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന ആനിന്റെ ബോയ് ഫ്രണ്ട് ഇവരെ രണ്ടുപേരെയും തലക്കടിച്ച് വീഴ്ത്തും. ആ ഒരു വീഴ്ചയിൽ രണ്ടുപേരുടെ ബോധവും പോവാണ്. ഇതേ സമയം ഇവിടെ സംഗ്മിയും കൂട്ടരും നേരെ സങ്ജുലിന്റെ വീട്ടിലേക്ക് വന്ന് അവിടെയുള്ള ചോയെയും സങ്ജുലിനെയും തടവിലാക്കി വെക്കുകയാണ്. ഈ സമയം ഇതൊന്നും അറിയാത്ത പാർക്ജിൻ അങ്ങോട്ടേക്ക് വരികയാണ്. അവനെ കണ്ടതും അവനോട് രക്ഷപ്പെടാനായിട്ട് വിളിച്ചു പറയുവാണ് ചോയ്. സംഭവം പന്തിയല്ലെന്ന് മനസ്സിലാക്കുന്നതും താഴത്തുനിന്ന് ടാക്സിയും എടുത്ത് പാർക്ജിൻ അവിടെ നിന്ന് രക്ഷപ്പെടും. യങ്തിയെ തിരികെ തരാന്ന് പറഞ്ഞ് കബളിപ്പിച്ച് പോലീസുകാരെയും കൊണ്ടുവന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ നോക്കി എന്ന പേരിലാണ് സങ്ജുലിനെ സംഗ്മി പിടിച്ചു വെച്ചിട്ടുള്ളത്. ഇവിടെ ദോക്കിയുടെ സെല്ലിലേക്ക് അവന് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുവാണ് ഒരു പോലീസുകാരൻ. എന്നാൽ ഭക്ഷണത്തിൽ ഇവന് വേണ്ടി ഒരു നോട്ട് ഉണ്ടായിരുന്നു. നിന്റെ കൊളീഗ്സിനെ രക്ഷിക്കണമെങ്കിൽ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങ് എന്നായിരുന്നു ആ നോട്ടിൽ. അത് സംഗ്മിയുടെ പണിയായിരുന്നു. തന്റെ കൂടെയുള്ളവരെ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി ഇവൻ അവിടെയുള്ള പോലീസുകാരനെ അടിച്ചു വീഴ്ത്തി രക്ഷപ്പെടാൻ പോകുമ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഹന വരുന്നത്. ഇപ്പൊ നീ അയാളെ ആക്രമിച്ച നേരെ ജയിലിലേക്ക് പോകും എന്ന് പറഞ്ഞ പോലീസുകാരനെ പറഞ്ഞു വിട്ട് എന്താ കാര്യം തന്നോട് പറയാനായിട്ട് പറയുവാണ്. നിനക്ക് യങ്തിയുടെ പിറകിലുള്ളവരെ കണ്ടുപിടിക്കണമെന്നല്ലേ പറഞ്ഞ്. അതിന് എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറയുവാണ് ദോക്കി ഇപ്പൊ ഹനയോട്. എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കി ദോക്കി പിടിച്ച പോലീസുകാരൻ അങ്ങോട്ടേക്ക് ഓടി വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ദോക്കിയുടെ വിലങ്ങും കയ്യിൽ പിടിച്ചിരിക്കുന്ന ഹനയാണ്. അവൾ അവനെ പറഞ്ഞു വിട്ടു. പുറത്തിറങ്ങി നേരെ ഗോയിനെ മറ്റുള്ളവരെയും കണക്ട് ചെയ്യാൻ വേണ്ടി ദോക്കി നോക്കുമെങ്കിലും അവരാരും തന്നെ ലൈനിൽ ഉണ്ടായിരുന്നില്ല. ഈ സമയമാണ് ഇവന്റെ അടുത്തേക്ക് വണ്ടിയും കൊണ്ട് പാങ്ജിയും വരുന്നത്. സംഗ്മി തങ്ങളെ പിടിച്ചു വെച്ചതും ഗോയിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന കാര്യവും ഇവൻ ദോക്കി അറിയിക്കും. സംഗ്മി വിരിച്ചിട്ടുള്ള വല്ല തനിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുന്ന ദോക്കി നേരെ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ അവിടെ ഓൾറെഡി ഇവനെ കൊല്ലാനായിട്ട് കാത്തിരിക്കുന്ന ആ തടവ് പുള്ളികളും ഉണ്ടായിരുന്നു. എന്നാ പക്ഷെ ദോക്കി ഇവരെക്കാൾ സ്മാർട്ടാണല്ലോ. അവൻ ലൈറ്റ് ഓഫാക്കി എല്ലാത്തിനും നല്ല ഇരുട്ടടി കൊടുക്കുവാണ്. ഈ ഒരു സീനോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഗോയിന് എന്താണ് സംഭവിച്ചതെന്നും ദോക്കിയുടെ പ്ലാൻ എന്തായിരിക്കുമെന്നും വരുന്ന എപ്പിസോഡിലായിട്ട് കാണാം.